പക്ഷേ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു പരിപാടി, അതിൽ അവരുടെ ഒരു കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരി എന്നാണ് അയാളുടെ പേര്. അയാൾ പറയുന്നു പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കാൻ വേണ്ടി അവർ ഇന്ത്യയോട്, കാണ്ഡഹാറിനോട്, കാബൂളിനോടൊക്കെ യുദ്ധം ചെയ്തു പോലും. ഇപ്പോൾ പിന്നെ അവിടെ പാകിസ്ഥാൻ സൈന്യത്തിന് അവിടെ എന്തായിരുന്നു പരിപാടി എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുകയാണ്. പാകിസ്ഥാനിൽ നടക്കുന്നത് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ്, അല്ലെങ്കിൽ അവിടുത്തെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഈ അവിടുത്തെ തന്നെ ഭീകരവാദ സംഘടനകളുടെ ഏറ്റുപറച്ചിൽ. അതോടൊപ്പം തന്നെ അസീം മുനീറിന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അസീം മുനീർ നേരത്തെ ഭീഷണി മുടക്കിയിരുന്നു. അവർക്ക് ആണവായുധ ആക്രമണം ഉണ്ടായാൽ ലോകത്തിൻ്റെ പകുതിയും കൊണ്ട് ഞങ്ങൾ പോകും. അപ്പോൾ അതിനെയും മോദി പറയുന്നു, ഞങ്ങൾക്കതിനെ ഭയമില്ല, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിച്ചവൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കും. എന്താണ് വായിച്ചെടുക്കേണ്ടത്? അതായത് ഈ പാകിസ്ഥാനെ നമ്മൾ നിരന്തരം ആക്ഷേപിക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായ തെളിവ് തന്നെയല്ലേ ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്? അതെ, ഏറ്റവും ഒടുവിലത്തെ തെളിവ് എന്നാണ് ഇത് പറയേണ്ടത്. നേരത്തെ തന്നെ നമ്മുടെ മുമ്പിൽ ആവശ്യത്തിലേറെ തെളിവുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഗവൺമെൻറ് വസ്തുതകൾ കണ്ടെത്തി അന്വേഷിച്ച് തെളിവെടുത്തിട്ടാണല്ലോ. നമ്മുടെ രാജ്യത്തെ നിരപരാധികളെ വന്ന് ആക്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് പാകിസ്ഥാൻകാരായ പൗരന്മാരാണ് എന്ന, ഈ ആക്രമിക്കാൻ വന്ന ഭീകരവാദികൾ പാകിസ്ഥാൻ പൗരന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമ്മൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ആക്രമിക്കാമല്ലോ. അവിടുത്തെ സൈനികരെ ആക്രമിക്കാം, അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണകൂടത്തിന്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കാം, സൈനിക താവളങ്ങൾ ആക്രമിക്കാം, തലസ്ഥാനം ആക്രമിക്കാം. ഒന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ ചെയ്തത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളാണ് ഈ വന്നത്. അതുകൊണ്ട് അവരുടെ താവളം കൃത്യമായി ട്രേസ് ഔട്ട് ചെയ്ത് അവിടെ ആക്രമിച്ചു. 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അപ്പോൾ കിട്ടേണ്ടടുത്ത് കിട്ടിയപ്പോഴാണല്ലോ സത്യത്തിൽ ആ 3-ാം ദിവസം ഒത്തുതീർപ്പിന് വന്നത്. അതല്ലാതെ ട്രംപോ വേറെ ആരെങ്കിലും ഒന്നും ഈ മധ്യസ്ഥന്മാരായി വന്നിട്ടല്ലല്ലോ. അപ്പോൾ മാത്രമല്ല, അന്ന് നമുക്ക് വിശ്വാസമില്ലാത്തവർക്ക്, ലോകത്തിന് അന്ന് വിശ്വാസമില്ലാത്തവർക്ക് പോലും പാകിസ്ഥാനകത്ത് ഒളിച്ചു പാർക്കുന്ന കുറേ ഭീകരവാദികൾ ഇന്ത്യക്കകത്ത് കയറിയിട്ട് ടൂറിസ്റ്റുകളെ ആക്രമിച്ചാൽ എങ്ങനെയാണ് ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ കുറ്റപ്പെടുത്തുക എന്നൊക്കെ ചോദിച്ചവരുണ്ടായിരുന്നു. അന്ന് ആഗോള മാധ്യമങ്ങളിൽ പല രാഷ്ട്രത്തലവന്മാരും അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ചില പ്രതിപക്ഷ കക്ഷികൾ പോലും ആക്ഷേപം ഉന്നയിച്ചു. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി ചിദംബരം അദ്ദേഹം പറഞ്ഞ ആക്ഷേപം ഇതാണ്: അവർ പാകിസ്ഥാനിൽ നിന്ന് വന്നതിന് എന്താണ് തെളിവ്? ആ ഭീകരവാദികൾ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞവരായിക്കൂടെ, ഇവിടെ നിന്നുള്ളവർ തന്നെ ആയിക്കൂടെ ആ ആക്രമണം നടത്തിയത് എന്നുള്ള ആക്ഷേപം ഇവിടുന്ന് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെയും നമ്മുടെ സൈന്യത്തിന്റെയും മനോവീര്യം തകർക്കാൻ മാത്രം ഉതകുന്ന അത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കേ അത്തരം ശങ്കകൾക്കും അത്തരം കൺഫ്യൂഷനും അത്തരം പ്രചാരവേലക്കും അത്തരം ഇന്ത്യാവിരുദ്ധ പ്രചാരണങ്ങൾക്കൊക്കെ ആയുസ്സുണ്ടായുള്ളൂ. കാരണം ഈ നമ്മൾ ആക്രമിച്ച 9 ഭീകരവാദ കേന്ദ്രങ്ങളിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ഫ്യൂണറൽ നടന്നു. അവിടെ മരണാനന്തര ചടങ്ങുകൾ ഔദ്യോഗികമായി പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ പങ്കെടുത്തു. ദേശീയ ബഹുമതികളോടെയാണ് ആ മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്തത്. അവിടുത്തെ ഗവർണറും സൈനിക തലവനും പങ്കെടുത്തു. അപ്പൊ തന്നെ ഉറപ്പായില്ലേ, നമ്മുടെ നാട്ടിൽ ഒളിച്ചു പാർക്കുന്ന ഏതെങ്കിലും ക്രിമിനലുകളെ അവരുടെ ശത്രുക്കൾ വന്ന്, അല്ലെങ്കിൽ അവരുടെ കൃത്യങ്ങൾ കൊണ്ട്, കർമ്മഫലം കൊണ്ട് തിരിച്ചടിക്കുമ്പോൾ, അവർ കാണിക്കുന്ന ഗാങ് വാറിന് തിരിച്ചടി കിട്ടുമ്പോൾ രാജ്യം ഏറ്റെടുക്കുമോ? അപ്പൊ അതിന്റെ അർത്ഥം ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് വേണ്ടി കൊട്ടേഷൻ എടുത്ത് പൊരുതുന്ന കൊട്ടേഷൻ സംഘങ്ങളാണ് എന്നല്ലേ ഈ ഭീകരവാദികൾ? അതിന്റെ അർത്ഥം അന്ന് തന്നെ തെളിഞ്ഞതാണ്. അത് മാത്രമല്ല മാഷെ, അവിടെ ഈ തകർക്കപ്പെട്ട ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളുണ്ടല്ലോ, അതിന്റെ പുനർനിർമ്മാണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന് പാകിസ്ഥാൻ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുനർനിർമ്മാണവും നടക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യുക. പാകിസ്ഥാന്റെ സത്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ, പാകിസ്ഥാൻ സ്വന്തം സൈന്യത്തിൽ വിശ്വാസമില്ലാത്ത വിധം തകർന്നു പോയിട്ടുണ്ട്. മാത്രമല്ല, പലപ്പോഴും പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സൈന്യം സംരക്ഷിക്കുമോ എന്ന് അവിടുത്തെ ഗവൺമെന്റിന് തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് പലപ്പോഴും ഈ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഭീകരവാദികൾക്ക്, നമ്മൾ പറയുമല്ലോ, ഈ സ്വകാര്യ സേനകൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ ഭീകരവാദികളെ ഏൽപ്പിക്കുകയാണ്. ഈ പണി ഈ പണി പാകിസ്ഥാൻ ഇന്ത്യയോട് മാത്രമല്ല, ഇത് പല രാജ്യങ്ങളോടും പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇപ്പോൾ ജയ്ഷെ മുഹമ്മദിന്റെ നേതാവ്, അതും കാശ്മീരിയായ ഒരാൾ എന്ന് പറഞ്ഞാൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലാണ് അയാൾ ഉള്ളതെന്ന് അർത്ഥം. അയാളുടെ നാടതാണ്. അപ്പോൾ അയാൾ കൂടി ഇത്തരം ഇന്ത്യക്കെതിരായ ഭീകരവാദ ആക്രമണങ്ങളിൽ എന്നും പങ്കുവഹിക്കുന്ന ആളാണെന്ന് അർത്ഥം. അദ്ദേഹം നൽകുന്ന സൂചന വളരെ കൃത്യമല്ലേ? ഞങ്ങള് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് പാകിസ്ഥാന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
അവരെ പോറ്റുന്ന ആരാണ്, അവരെ സ്ഥാപിച്ചത് ആരാണ്, അവരെ വളർത്തുന്ന ആരാണ്, അവരെ സംരക്ഷിക്കുന്ന ആരാണ്? അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? മാത്രമല്ല ഇവരുടെയൊക്കെ സംരക്ഷണയിലായിരുന്നല്ലോ ഉസാമ ബിൻ ലാദൻ അവിടെ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉസാമ ബിൻ ലാദൻ ലോകത്തിലെ ഏതാണ്ട് എൻ്റെ ഒരു ഓർമ്മ 30-35ഓളം രാജ്യങ്ങളിൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ്. ഉസാമ ബിൻ ലാദനെ തെരഞ്ഞ് ലോകം മുഴുവൻ ഭീകരവിരുദ്ധ യുദ്ധം നയിച്ചു ആരും അമേരിക്ക ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾ. കുറെ കാലത്തേക്ക് കണ്ടുകിട്ടാതെ ഒളിച്ചിരുന്നത് അവിടെയല്ലേ? പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ലോകത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് മുഴുവൻ വന്ന് സ്വമേധയാ ഒളിച്ചിരിക്കാൻ മാത്രമല്ല, ഭരണകൂടത്തിന്റെ സകല ഒത്താശയോടും കൂടി അവിടെ കഴിഞ്ഞുകൂടാനും ലോകത്തിൽ എവിടെയും പോയി ഭീകരപ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നല്ലേ? പാകിസ്ഥാൻ ഇതിനേക്കാൾ അപമാനകരമായ എന്താണുള്ളത്? ആലോചിച്ച് നോക്കൂ. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ തൊട്ടു മുമ്പായി ഈ മതത്തിന്റെ പേരിൽ നാട് വിഭജിക്കണം എന്നാവശ്യപ്പെട്ടുണ്ടായ ഒരു രാജ്യം, യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഹെറിറ്റേജും പാരമ്പര്യവും ഒക്കെ അവകാശപ്പെടാവുന്ന ഒരു രാജ്യം, ആ രാജ്യം ഇങ്ങനെ നിരപരാധികളെ കൊല്ലുന്ന ഭീകരവാദികളുടെ താവളമായി മാറുന്നത് ആർക്ക് ആണ് പറഞ്ഞു നിൽക്കാനാവുക? പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് ഹബ്ബ് എന്നുള്ള വിശേഷണം ഉള്ളപ്പോൾ തന്നെ അടുത്ത സൈനിക മേധാവി ഇപ്പോഴും പറയുന്നത്, അസീം മുനീർ ഇപ്പോഴും പറയുന്നത്, കാശ്മീരിലൊക്കെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അവിടെ ഇന്ത്യ കൊന്നു തള്ളിയവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഇപ്പോഴും നേരം എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, അസീം മുനീർ അന്നും അത് പറഞ്ഞു. എന്ന് പറയോ, ഈ ടെററിസ്റ്റുകളുടെ ഫ്യൂണറൽ നടന്നല്ലോ, മരണാനന്തര ചടങ്ങിലും അദ്ദേഹം അത് പറഞ്ഞു. മാത്രമല്ല അവിടുത്തെ ഗവർണർ പറഞ്ഞു. അപ്പോൾ ഒക്കെ പറഞ്ഞ ഇതാണ്, രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന വീര പോരാളികളാണ്, ശുഹദാക്കളാണ്, രക്തസാക്ഷികളാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഭീകരവാദികളായ കുറ്റവാളികളെ പോറ്റുന്ന ഒരു രാജ്യമാണ് എന്നല്ലേ വരുന്നത്. മാത്രമല്ല ഏത് സമയത്തും അവിടെ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഒരു ദേശീയ ബോധമുള്ള ഒരു സൈന്യം ഉണ്ടായി വരാത്തത്? ഏതു നേരത്തും ഈ അസീം മുനീറിന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം എന്താ? ഭീകരവാദികൾ രാജ്യസ്നേഹികളാണ്, ഭീകരവാദികൾ ഈ രാജ്യത്തിന്റെ ഉത്തമ പുത്രന്മാരാണ് എന്ന് സൈനിക മേധാവി പറഞ്ഞാൽ അർത്ഥം അസീം മുനീറിന് ചില താല്പര്യങ്ങളുണ്ട്. അസീം മുനീറിന് അവിടുത്തെ പട്ടാളത്തിന്റെ മേധാവി എന്ന പദവി വിട്ട് രാജ്യത്തിന്റെ പദവിയിലേക്ക് അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. അമേരിക്കയുടെ സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആവാനും വേണമെങ്കിൽ നാളെ പ്രൈം മിനിസ്റ്റർ തന്നെ അട്ടിമറിയിലൂടെയാണല്ലോ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒക്കെ ആവുക. സിയാവുലൊക്കെ അങ്ങനെ വന്നതല്ലേ, ജനറൽ പർവേസ് മുഷറഫ് അങ്ങനെ വന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പദവി അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനകത്തെ ഇസ്ലാമിക ഭീകരവാദികളുടെ കൂടി പിന്തുണയോടെ, ഒപ്പം അമേരിക്കയുടെ കൂടി പിന്തുണയോടെ ഈ പാകിസ്ഥാനിലെ അഴിമതിക്കാരും ദുർബലരുമായ ഈ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചിട്ട് ഏതു നേരത്തും അസീം മുനീർ അവിടെ ഭരണാധികാരിയാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അതിന് ഈ ഗ്രൗണ്ട് സപ്പോർട്ടിൽ വലിയ ബലമുള്ള ഇസ്ലാമിക തീവ്രവാദികളെ, ജയ്ഷെ മുഹമ്മദിനെ, ലഷ്കർ-എ തൊയ്യബയെ ഒക്കെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമാണ്. അതൊരു ഭീഷണി കൂടിയാണ്. ആരോട്? പാകിസ്ഥാൻ ഗവൺമെന്റിനോട് തന്നെ. ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഞാൻ വന്നാൽ എൻ്റെ കൂടെ പാകിസ്ഥാൻ പട്ടാളം മാത്രമല്ല, ഇവിടുത്തെ സകല ഭീകരവാദികളും ഉണ്ട്. ആയുധം കയ്യിലുള്ളവൻ ആരായാലും അവനൊക്കെ എൻ്റെ കൂടെയാണ്, ഓർത്ത് കളിച്ചോ എന്ന് അവിടുത്തെ സമാധാനപ്രിയരായ ജനങ്ങളോടും ആ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തോടും പറയല്ലേ. അതാണ് സംഭവിക്കുന്നത്. അത് അസീം മുനീറിന്റെ അജണ്ട ഇതിൽ വളരെ പ്രകടമാണ്. ഒപ്പം ഇസ്ലാമിക ഭീകരവാദികൾക്ക് പാകിസ്ഥാനകത്ത് കൃത്യമായ അജണ്ടയുണ്ട്. രണ്ടു കൂട്ടരും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. പാകിസ്ഥാൻ രക്ഷയില്ല എന്നാണ് ഒരർത്ഥം. പക്ഷേ ഇതിൽ വേറൊരു സംഗതി കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ജയ്ഷെ മുഹമ്മദിന്റെ പരിപാടിയിൽ അവരുടെ ഈ കമാൻഡർ ഇലിയാസ് കശ്മീരി പറഞ്ഞ ഇതിൽ നിന്ന് അവരുടെ ഈ ബഹാവൽപൂരിൽ നടന്ന ആക്രമണത്തിൽ അവരുടെ നേതാവ് മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളടക്കം ഛിന്ന ഭിന്നമായിപ്പോയി എന്നുള്ളതാണ്. അതായത് ഭീകരവാദ ക്യാമ്പ് തന്നെയാണെന്നുള്ളതാണ് അവർ പരസ്യമായി സമ്മതിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആക്രമിച്ചത് ജനവാസ മേഖലയിലാണ്, അവിടെ കൊല്ലപ്പെട്ടതൊക്കെ സാധാരണക്കാരാണെന്നാണ്. അപ്പൊ അതും ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും വൈരുദ്ധ്യമുണ്ട്. അവർ തന്നെ ഇന്നലെ വരെ പറഞ്ഞതിനെതിരാണ്. അവിടെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമിച്ചാൽ എങ്ങനെയാണ് ഈ 6 പേര് കൊല്ലപ്പെടുന്നത്, എങ്ങനെ 5 പേര് കൊല്ലപ്പെടുന്നത്? ഇന്ത്യൻ ആയുധങ്ങൾ ഇപ്പോ ഡ്രോണോ മിസൈലോ ബോംബ് എന്തുപയോഗിച്ചാലും, ഒരു തോക്ക് ഉപയോഗിച്ചാൽ പോലും ഒരു പട്ടാളക്കാരന് കടന്നു കയറിയിട്ട് എത്ര പേരെ കൊല്ലാൻ പറ്റും? ഇന്ത്യ അത് ചെയ്തിട്ടില്ല. ഇന്ത്യ എന്നും സമാധാനത്തിന്റെ പക്ഷത്താണ്. സിവിലിയന്മാരെ കൊല്ലുന്നത് നിവൃത്തിയുണ്ടെങ്കിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. മാത്രമല്ല ഇപ്പൊ പറഞ്ഞല്ലോ, ആറ്റം ബോംബ് ഉണ്ടാക്കിയാൽ അതാണ് എന്തൊരു വികൃതമായ മനസ്സാണ് അതെന്ന് ആലോചിച്ചു. ആറ്റം ബോംബ് ഉണ്ടാക്കുക, ഞങ്ങളുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, ആണവായുധമുണ്ട്, ഞങ്ങളെങ്ങാനും ആക്രമിച്ചാൽ ഞങ്ങൾ ലോകത്തിന്റെ 3/1 പകുതിയും കൊണ്ടുപോകും.
കൊണ്ടുപോകുന്നൊക്കെ അവന്റെ വിചാരമല്ല. ഇവന്റെ വിചാരം എന്താ? അവന്റെ കയ്യിൽ മാത്രമുള്ള സാധനമാണ് ഇത്. ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയിട്ട് ആറ്റം ബോംബ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സുരക്ഷിതമായി കയ്യിൽ വെച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിച്ചൊരു സന്മനസ്സുണ്ട്. വാജ്പേയി അന്ന് നേരെ ലാഹോറിലേക്ക് പോയി, ഞാൻ പാകിസ്ഥാനിലേക്ക് വരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ പറഞ്ഞു, നമ്മുടെ ആത്മവിശ്വാസത്തിനാണ്. ഏതെങ്കിലും ശത്രുക്കൾ ഏത് നേരത്തും നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന മട്ടിൽ പെരുമാറിയാൽ അവർക്ക് നേരെ പ്രയോഗിക്കാനുള്ളതാണ്. എന്നാൽ നമ്മുടെ അയൽക്കാരാണ്, സഹോദരങ്ങളാണ്. ഞങ്ങളുടെ കയ്യിൽ ആണവ ബോംബുണ്ട്. അത് പറയുന്ന ഈ സമയത്താണ് നമ്മൾ ബോംബുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കാശ് മുഴുവൻ ലോകം മുഴുവൻ കടം വാങ്ങിയിട്ട് വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തൊക്കെയാണ് ഇവൻ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പോയത്. അപ്പോൾ അവനും ആണവ ശക്തിയാണ്. അപ്പോൾ അവന്റെ വിചാരം എന്താ വെച്ചാൽ പാകിസ്ഥാനെ പോയി ആക്രമിക്കാനാണ് നമുക്ക് അണുബോംബ് എന്ന്. പാകിസ്ഥാനൊക്കെ ഇന്ത്യയുടെ മുമ്പിൽ ആര്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനിയിപ്പോൾ പാകിസ്ഥാനെതിരെ വല്ല യുദ്ധവും വന്നാൽ, നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എത്ര ദിവസം നീണ്ടു നിന്നു? 3 ദിവസം. പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അവരെ കീഴടക്കാൻ എത്ര സമയം വേണം ഇന്ത്യക്ക്? ഇന്ത്യയെ പോലൊരു രാജ്യത്തിന്, ഇത്ര ശക്തമായൊരു സംവിധാനത്തിന്. അതുകൊണ്ട് പാകിസ്ഥാനെതിരായിട്ടെങ്കിലും ഇന്ത്യ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഒരു ആറ്റം ബോംബും പ്രയോഗിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ കീഴടക്കാനേ ഉള്ളൂ. പാകിസ്ഥാന് വേണ്ടിയൊന്നുമല്ല നമ്മൾ ആണവായുധങ്ങൾ ശേഖരിച്ചത്. അന്നും ഇന്നും ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ വിപത്തായിട്ട്, ഏറ്റവും വലിയ ശത്രുവായിട്ട് അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. 1ാം കിടക്കാരാണ്. ഈ മുട്ടേണ്ടവരും മുട്ടണം. ഇല്ലാത്തവൻ വന്നിട്ട് ഞാനും കണ്ടോ എൻ്റെ വംശത്തിൽപ്പെട്ടവൻ മൂർഖൻ പാമ്പിനെ നോക്കിയിട്ട് ഈ എന്താ പറയുക, നമ്മുടെ നീർക്കോലി പണ്ട് പറഞ്ഞില്ലേ, ഞങ്ങളോട് കളിച്ചാലേ മൂർഖൻ പാമ്പിന്റെ കടിയേറ്റിട്ട് ഒരു മനുഷ്യനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവൻ വിളിച്ചു പറഞ്ഞാത്രേ, നീർക്കോലി കണ്ടോ ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഈ ഒത്തവരോട് കളിക്കണം, മുട്ടാൻ പറ്റുന്നവരോട് മുട്ടണം. പാകിസ്ഥാൻ ആവശ്യമില്ലാതെ പരിഹാസ്യരായി തീരുകയാണ്. ഇന്നലെ പാകിസ്ഥാൻ്റെ ഒരു നേതാവ് പറഞ്ഞ ഞാൻ കണ്ടു, സത്യം ഇന്ത്യ പറഞ്ഞതാണ് ശരി. ഈ ഡൊണാൾഡ് ട്രംപിന് വിദേശകാര്യമന്ത്രിയാണ് പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപ് ഞങ്ങളുടെ സമാധാന ഉടമ്പടിയിലൊന്നും ഇടപെട്ടിട്ടില്ല, ഞങ്ങൾ നേരിട്ട് പോയി കീഴടങ്ങിയതാണ്, ഇന്ത്യ അത് സ്വീകരിച്ചതാണ് എന്ന് ഏറ്റുപറയേണ്ട ഒരു അവസ്ഥ. ഇന്ത്യ ഇന്ന് എന്ത് പറയുന്നുവോ നാളെ പാകിസ്ഥാൻ ഏറ്റുപറയും. അതുകൊണ്ട് പാകിസ്ഥാൻ ഈ പറഞ്ഞ ബഡായിയൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഭീരുത്വത്തിന്റെ അടയാളമാണ്. ഈ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും തെറി പറയുകയൊക്കെ ചെയ്യുന്നത് ദുർബലന്റെ അടയാളമാണ് എന്നതുപോലെ പാകിസ്ഥാന്റെ പ്രസ്താവന എടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ 2 പ്രസ്താവനകൾ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്: പാകിസ്ഥാൻ വലിയ വിപത്തിലേക്ക്, ഒരു പട്ടാള അട്ടിമറി ഉൾപ്പെടെയുള്ള വിപത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്ന് വേണം കാണാൻ. ഒരിക്കൽ കൂടി പാകിസ്ഥാന്റെ മഹാദുരന്തം ലോകം കാണാനിരിക്കുന്നു. അത് ഇന്ത്യയുടെ കൈകൊണ്ടാവില്ല, പാകിസ്ഥാനികളുടെ സ്വന്തം കൈകൊണ്ടായിരിക്കും.